ഹലോ, അസ്സലാമു അലൈക്കും. അച്ചുമ്മു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ വരട്ട് എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. ചില ആൾക്കാർ പെരട്ട് എന്ന് പറയും. ഇത് ഇന്നലെ വാങ്ങിയ ചിക്കനിൽ കുറച്ച് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഒന്ന് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുണ്ട്. മസാല വേണം. മസാല ഉണ്ടെങ്കിലാണ് ചിക്കന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഒരു പാത്രം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഗ്യാസിൽ ഇനി അതിലേക്ക് 2 ടീസ്പൂണ് ഓയിലാണ്, വെളിച്ചെണ്ണയല്ല, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സവാള ഒരു 4 സവാള നല്ല നൈസായി കട്ട് ചെയ്തതും എണ്ണ ചൂടായി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായി വാടി വരട്ടെ. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വാടണം. അങ്ങനെ വാടി വരട്ടെ. അതുവരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് നല്ലോണം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കുക. അപ്പോൾ 4 പച്ചമുളക്, അതോ പച്ചമുളകൊക്കെ എല്ലാവരുടെയും അവരവരുടെ എരിവിനനുസരിച്ചാണ്. ഞാനൊരു 4 5 എപ്പോഴും ഇടാറുണ്ട്. മുറിച്ചിട്ട പച്ചമുളകും സവാളയും കൂടി നന്നായി വാടി വരട്ടെ. നല്ല ഗോൾഡൻ കളറാവുന്ന വരെ വാടണം. ഇനി അടുത്ത ഐറ്റം നമ്മൾ കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനയില എല്ലാം മിക്സ് ചെയ്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് വാടി വരട്ടെ. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉള്ളി സവാള നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒന്ന് സ്റ്റവ് സ്ലോ ആക്കി വെക്കട്ടെ, കാരണം പൊടികൾ ഇടുമ്പോഴേ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. മല്ലിപ്പൊടി ഒരു 2 3 ഒരു 4 വലിയ സ്പൂണാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് പോരാതെ ഞാൻ കുറച്ചും കൂടി ഇടും, കാരണം എനിക്ക് പൊതുവേ ചിക്കനായാലും ബീഫായാലും ഒക്കെ എനിക്ക് നല്ല മസാല. ഇത് കാശ്മീരി അതൊരു 2.5 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സാദാ മുളക് പൊടി, എരിവ് അത് കുറച്ച് തോന്നുന്നുണ്ടാകും. നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ നല്ല നാടൻ പൊടികളാണ്. നമ്മുടെ ഇവിടെ ഒരു മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ ചിക്കൻ മസാല, ഇത് ഞാനൊരു കണക്കിലിടുകയാണ്. 2 ചെറിയ സ്പൂൺ ചെറിയ ഇതുണ്ടാവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ലേശം വെള്ളം, ഇതെല്ലാം ഈ മസാലയൊക്കെ ഒന്ന് യോജിക്കാൻ വേണ്ടി കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. പുളിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് അത് കിടക്കട്ടെ. ഇതക്കട്ടെ. ലേശം സോസ്. ഇതെന്താ ചാടാത്ത്? ചാട് 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 ചാട്. ഇനി നല്ല മിക്സ് ചെയ്യുക. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ബാക്കി നമ്മുടെ ചിക്കനും ഇടുക. മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഉപ്പിട്ടിട്ടില്ല, ഇത്ര നേരം ഇതിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് അടച്ച് വയ്ക്കുക. ഇനി നമ്മുടെ കറിവേപ്പില ഉണ്ട് ഇതിൽ, മല്ലിച്ചപ്പ് ഉണ്ട് ഇതിൽ, പുതിനൻ്റെ ഇല ഉണ്ട് ഇതിൽ, അതെല്ലാം അഴി കിടക്കട്ടെ. ഇതങ്ങനെ വെന്ത് വരുമ്പോൾ ചോറ് ഉണ്ട് അടുത്തുണ്ട്, അതെല്ലാം അഴി കിടക്കട്ടെ. ഇനി ഞാൻ അടച്ച് വയ്ക്കാം. ഇതെടുക്കട്ടെ, നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇനി തീ കൂട്ടി കൊടുക്കാം. റെഡി. ചോറ് അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു സൂപ്പർ സലാഡും കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.